ഡ്രസ്സൊക്കെ അടക്കി വെക്കാനേ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ കുഞ്ഞോളെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കി വെക്കണമെങ്കിലോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. എന്തായാലും കുഞ്ഞോളെ തന്നെ ചെയ്തട്ടാ. ഞാൻ താഴത്തേക്ക് പോവാണേ. നന്നായി ചെയ്തിട്ട് വായോ. ആ പിന്നെ ഡ്രസ്സൊക്കെ അടക്കി വെക്കൽ കഴിഞ്ഞാ കുഞ്ഞോൾ ഇവിടെ തന്നെ ഇരിക്കാതെ പെട്ടെന്ന് താഴേക്ക് വാട്ടാ. ഉമ്മാക്കേ ഊരൊക്കെ ഒരു നീരുകെട്ടാണ്. പാവ എപ്പോഴും അടുക്കളയിലും ഇവിടെയൊക്കെ ആയിട്ട് ഓരോരോ പണിയിലല്ലേ. അതിനൊരു റെസ്റ്റ് ഒക്കെ വേണ്ടേ. എന്തായാലും ഞാൻ പോകുന്ന വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി അങ്ങോട്ട് ചെയ്യാം. ഇമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പ്രായമായതല്ലേ. കുഞ്ഞോൾ വേഗം വാട്ടാ. ഈ മാരണത്തിന് ഇന്നെ കൊല്ലാൻ വേണ്ടി കെട്ടിയെടുത്തതാ. ഏത് നേരത്താണോ എനിക്ക് അലമാരയുടെ കാര്യം പറയാൻ തോന്നിയത്. ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ആദിക്കൊന്ന് ചെയ്യണ്ടേ. ഇക്ക് വയ്യാത്ത മോളെ. എന്നിട്ട് എന്ത് താത്തപ്പേ അവളെ വിളറിയ മുഖം ഒന്ന് നേരിട്ട് കാണണ്ടേർന്ന്. അപ്പൊ അറിയായിരുന്നു രസം. എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിക്കണം മോളെ. അല്ലടി ഇജി എന്നിട്ട് ശരിക്കും ആരിസിനേറ്റ് ഷോപ്പിങ്ങിന് പോകണ്ടാ? പോണം. ആരിസ്ഖാനായിട്ട് പോയിട്ട് വേണേ എനിക്ക് സെലിക്കാന്റെ തറവാട്ടിലും ഉമ്മാന്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാന്. അവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട്, അത് കൊടുക്കും വേണം. ആ പക്ഷെങ്കി ഓളോട് പറഞ്ഞ പോലെ ആ ചെക്കനെ കൊണ്ട് ഡ്രസ്സും സാധനങ്ങളൊന്നും വാങ്ങിപ്പിക്കണ്ടിട്ടാ. ഓളെ സ്വഭാവം അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഓനക്കും ഉണ്ടാവൂലേ ഓൻ്റെതായ ചെലവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. അത് പിന്നെ നിക്കറിഞ്ഞൂടാ അബിത്ത. മാത്രല്ല നമ്മൾ 2 പെങ്ങന്മാർക്കിപ്പോ ആരിസ് ഖാന്റെ ചെലവ് പറ്റി ജീവിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ ഒരാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സഹായിച്ച് ജീവിച്ചു പോണ്ടതാണ് ഒരു കുടുംബം എന്നുള്ളത് ഓൾക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അല്ലടി ആ കുട്ടിക്കുല്ലേ 2 ആങ്ങളാരും നാത്തുമാരും ഉമ്മയും വാപ്പിയൊക്കെ. ഒറ്റങ്ങളൊക്കെ നമ്മളോടെ വരുമ്പോൾ എല്ലാവരോടും എന്തൊരു സ്നേഹത്തോടെ വർത്താനം പറഞ്ഞതും പെരുമാറണമെന്നൊക്കെ അറിയോ. ഈ കുട്ടിഞ്ഞ് അവിടെ ഓലെ നാത്തുമാരോടും ബാക്കിയുള്ളവരോടൊക്കെ എങ്ങനെയാണാവല്ലേ. ആർക്കറിയാം. പക്ഷെ ഒന്നെനിക്കുറപ്പാ, കുടുംബകലഹത്തിന്റെയും കുതന്ത്രത്തിന്റെയും മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാ നമുക്ക് കിട്ടിയ നാത്തൂന്. എന്തായാലും ആകെയുള്ളൊരാങ്ങളെ പെണ്ണെട്ടി കാണാന് വലിയ പൂതിയായിരുന്നു. ആ പൂതി അങ്ങോട്ട് തീർന്നിട്ടി. നമ്മളെ കാര്യം എന്താ ചാവട്ടെ എന്ന് വിചാരിക്കാം. ഇമ്മയുടെ കാര്യം അതുപോലെയല്ലല്ലോ. പാവം ഇത്രയും മാസങ്ങളായപ്പോൾ തന്നെ ബേജാറായി ഇല്ലാണ്ടായിക്കണം മോളെ. എല്ലാരെ പോലെ പരാതിയും പരിഭവവും പറയണം